പിളരും തോറും വളരുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. എന്നാൽ ഇനിയൊരു പിളർപ്പുണ്ടായാൽ തളരുമെന്നാണ് നേതാക്കളുടെ തന്നെ വിലയിരുത്തൽ. അതിനിടെയാണ് PJ ജോസഫും KM മാണിയും തമ്മിൽ മുറുമുറുപ്പ് തുടങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അടിച്ചു പിരിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ല UDF-നും തിരിച്ചടിയാകും. അവസരം മുതലെടുക്കാൻ PJ ജോസഫിന്റെ കൂടെയുണ്ടായിരുന്ന ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും നേതൃത്വം നൽകുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് രംഗത്തെത്തി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചെങ്കിലും ജോസഫ് എതിർത്തിരുന്നു. സ്വന്തം പാർട്ടിയുടെ ശക്തിയിൽ പ്രമാണിയായി വാണിരുന്ന ജോസഫ് മാണിയുമായി കൈകോർത്തതോടെ ഒന്നാമനായിരുന്ന ജോസഫ് രണ്ടാമനായി. പാർട്ടിയിലും പാർലമെന്ററി രംഗത്തും മാണിയും ജോസ് കെ മാണിയും പിടിമുറുക്കിയെന്നാണ് ജോസഫിന്റെയും കൂട്ടരുടെയും ആക്ഷേപം. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയപ്പോൾ ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് കിട്ടുമെന്നാണ് ജോസഫും മോൻസ് ജോസഫും കരുതിയിരുന്നത്. എന്നാൽ അതും മാണി കൊണ്ടുപോകുമെന്ന ഉറപ്പായതോടെയാണ് കേരള കോൺഗ്രസിന് 2 സീറ്റ് വേണമെന്ന ആവശ്യം ജോസഫ് മുന്നോട്ട് വെച്ചത്. ചാലക്കുടിയോ ഇടുക്കിയോ വേണമെന്നാണ് ആവശ്യം. കുറെ നാളായി പാർട്ടിയിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്നതായാണ് ജോസഫിന്റെ പ്രതികരണം. പ്രായാധിക്യം കാരണം KM മാണി ചെയർമാൻ സ്ഥാനം ഒഴിയുമ്പോൾ ജോസ് കെ മാണി പാർട്ടിയിൽ പിടിമുറുക്കുമെന്നാണ് റിപ്പോർട്ട്. അതും ജോസഫിനെ അസ്വസ്ഥനാക്കുന്നു. പാർട്ടി വിട്ടാലും തന്റെ പഴയ പാർട്ടിയായ UDF-ൽ തുടരാനാണ് ജോസഫ് ആലോചിക്കുന്നത്. കോട്ടയം സീറ്റിൽ മോൻസ് ജോസഫിനെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും അത് നടക്കാത്തതിനെ തുടർന്നാണ് 2ാം സീറ്റ് എന്ന തന്ത്രം ജോസഫ് മുന്നോട്ട് വെച്ചത്. സമാധാന സന്ദേശവുമായി ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ബാനറിൽ നാളെ തിരുവനന്തപുരത്ത് PJ ജോസഫ് പ്രാർത്ഥനാ യജ്ഞത്തിനെത്തുന്നുണ്ട്. പാർട്ടിയിലെ പിളർപ്പുൾപ്പെടെയുള്ള പല ഘട്ടങ്ങളിലും PJ ജോസഫ് ഗാന്ധിജി സ്റ്റഡി സെന്റർ മറയാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി നടത്തുന്ന കേരള യാത്രയ്ക്കിടെയാണ് ജോസഫിന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് മുന്നണി വിടാൻ മാണി തീരുമാനിച്ചതു മുതൽ 2 വർഷം UDF-ന് പുറത്തു നിന്നതും വീണ്ടും തിരിച്ചെത്തിയതും അടക്കം എല്ലാത്തിനും KM മാണിയുടെ ഏകപക്ഷീയ താല്പര്യം ഉണ്ടായെന്നാണ് ജോസഫിന്റെ ആക്ഷേപം. മാണി കോൺഗ്രസിൽ പിളർപ്പുണ്ടായാൽ അത് 2ാമത്തേതാകും. മാണിക്കൊപ്പം ജോസഫും PC ജോർജും ലയിച്ചതോടെ കേരള കോൺഗ്രസ് വലിയ ശക്തിയായി മാറിയിരുന്നു. മാണിയുടെയും ജോസ് കെ മാണിയുടെയും അപ്രമാദിത്വം അംഗീകരിക്കാൻ ജോർജ് ആദ്യം മുതലേ തയ്യാറായില്ല. സോളാർ വിവാദം വന്നപ്പോൾ ജോസ് കെ മാണിയെ അധിക്ഷേപിക്കാൻ ജോർജ് ശ്രമിച്ചതോടെ അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള വഴി തുറന്നിരുന്നു. അതിന്റെ ഭാഗമായി ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ KM മാണി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി. അങ്ങനെ ജോർജ് പഴയ ലാവണത്തിലേക്ക് പോയി. 2ാം ഊഴം ജോസഫിനാകുമോ? കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.